ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം മലയാളം പലരും സിമ്പിളാന്ന് വിചാരിക്കും. സിമ്പിൾ തന്നെയാണ്. കാരണം നമുക്ക് ആദ്യത്തെ 10 മാർക്ക് നമുക്ക് ഒരു കവിതയിൽ നിന്നും അതുപോലെ തന്നെ ഒരു ഗദ്യത്തിൽ നിന്നും സുഖമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാം. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു കവിത ഭാഗം തരിക, എന്നിട്ടത് ചോദ്യം ചോദിക്കുക എന്നുള്ള രീതികൾ. അപ്പോൾ അങ്ങനെ സുഖമായിട്ടൊരു 10 മാർക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മലയാളത്തിൽ നിന്ന് ബാക്കിയുള്ള മാർക്കുകളും വാങ്ങിക്കാൻ കഴിയുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് മലയാളം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗദ്യവും പദ്യവും ഇതിലുണ്ട്. രണ്ടിനും 5 മാർക്ക് വീതമാണ്. അതിലിപ്പോൾ ഒരു കേന്ദ്രാശയം കണ്ടെത്തൽ, എന്താണ് ഇതിൻ്റെ ആശയം എന്ന് ചോദിക്കാം. ഒരു ഗദ്യഭാഗം തന്നിട്ട്, ഗദ്യഭാഗം പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തന്നിട്ട്, പിന്നെ അതിൻ്റെ നിഗമന രൂപീകരണം, അതുപോലെ വിശകലനം. പിന്നെ പദ്യത്തിലാണെങ്കിൽ ഇതേപോലെ തന്നെ കേന്ദ്രാശയം, കാവ്യബിംബങ്ങൾ കണ്ടെത്തുക, വ്യാഖ്യാനിക്കൽ, ഇവയൊക്കെയാണ്. ഇതിൽ നിന്നാണ് ഒരു 10 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ മാതൃഭാഷ ബോധന ശാസ്ത്രത്തിൽ വരുന്നത് 1 മുതൽ 5 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതലായിട്ടും ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 7 വരെ പഠിക്കാം. ഓക്കെ. അപ്പോൾ അതിൽ ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭാഷാ പഠനം, പാഠ്യപദ്ധതി വിനിയമനത്തിൻ്റെ രീതിശാസ്ത്രം, പിന്നെ ഭാഷാ സാഹിത്യം സംസ്കാരം, അതിൽ നിന്ന് 10 മാർക്കുണ്ട്. ശൈലികൾ, പ്രയോഗങ്ങൾ, പ്രായോഗിക വ്യാകരണങ്ങൾ, പഴഞ്ചൊല്ലുകൾ, സാഹിത്യരൂപങ്ങൾ, താളബോധങ്ങൾ, ഇവയൊക്കെയാണ് മലയാളത്തിൻ്റെ സിലബസ്. കേട്ടതിൻ്റെ കാറ്റഗറി 1ൻ്റെ കേട്ടോ, കാറ്റഗറി 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് ഭാഷാ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ SCERT DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭാഷാ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ച്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, അതിനു മുന്നേ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭാഷണം നടത്തുന്നത്, എങ്ങനെയാണ് ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെയാണ്. അപ്പോൾ കരച്ചിൽ ഏത് സമയത്താണ്? ജനന സമയത്ത് ആ കുട്ടി ഭാഷാഘട്ടം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഷ എന്ന് പറയുന്നത് കരച്ചിൽ മാത്രമാണ്. 6 ആഴ്ചയാകുമ്പോൾ അതെന്താണ്? കൂകലായിട്ട് മാറും. പിന്നെ അസ്പഷ്ട ശബ്ദമുണ്ടാക്കൽ 6 മാസത്തിലാണ്. ഈണ വ്യത്യാസങ്ങൾ 8 മാസത്തിലാണ്. ഒറ്റ പദങ്ങളുള്ള പ്രയോഗം 1 വർഷമാകുമ്പോൾ യൂസ് ചെയ്യും. ഒറ്റ പദങ്ങളുടെ പ്രയോഗം. 2 പദങ്ങളുടെ പ്രയോഗം 18 മാസമാകുമ്പോൾ ആ കുട്ടി പ്രയോഗിക്കും. പദങ്ങളിലെ പ്രത്യയങ്ങൾ 2 വർഷം, ചോദ്യങ്ങൾ, നിഷേധവാക്യങ്ങൾ 2.5 വർഷം, അപൂർവവും സങ്കീർണവുമായ ഘടനകൾ 5 വർഷം, പക്വത വന്ന ഭാഷണം 10 വർഷം. ഇങ്ങനെയാണ് ആ ഒരു കുട്ടിയുടെ ഭാഷ എങ്ങനെ പോകുന്നത് എന്നുള്ളത്. ഭാഷ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഏത് മാസത്തിലാണ് അല്ലെങ്കിൽ ഏത് ആഴ്ചയിലാണ് ആ കുട്ടി സംസാരിക്കുന്ന, കൂകൽ, കരച്ചിൽ, ഇത് ഏതോ ഒരു തവണ ചോദിച്ചതുപോലെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എപ്പോഴൊക്കെയാണ് ഒറ്റപദങ്ങളുടെ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി ഇതെന്ന് പറഞ്ഞത് ഉച്ചാരണ അവയവങ്ങളെ കുറിച്ചാണ്. ഉച്ചാരണ അവയവങ്ങൾ നമുക്ക് പഠിക്കാണ്ട് ഇല്ല. അതിൽ ചില എന്താണ് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഞാനിതിൽ എടുത്തിരിക്കുന്നു. ഉച്ചാരണ അവയവങ്ങൾ. ഒന്ന് ചലകരണമുണ്ട്, സ്ഥിരകരണമുണ്ട്. ചലകരണം എന്ന് പറഞ്ഞാൽ ഉച്ചാരണ അവയവങ്ങളിൽ താരതമ്യേന ചലന സ്വാതന്ത്ര്യം കൂടിയവയാണ് ചലകരണങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നാവ്, കീഴ്ചുണ്ട് കേട്ടോ. ഉച്ചാരണങ്ങൾ കൂടുതലായിട്ട് ചലന സ്വാതന്ത്ര്യം വേണ്ടത് ഏതിനെയാണ്? നാവ്, കീഴ്ചുണ്ട്. അവയാണ് ചലകരണം എന്ന് പറയുന്നത്. അടുത്താണ് സ്ഥിരകരണം. സ്ഥിരകരണം എന്ന് പറഞ്ഞാൽ ഉച്ചാരണ അവയവങ്ങളിൽ താരതമ്യേന ചലന സ്വാതന്ത്ര്യം കുറഞ്ഞവയാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിരകരണങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അഥവാ ഉച്ചാരണ സ്ഥാനങ്ങൾ എന്നും പറയുന്നു. ഉദാഹരണം പല്ല്, അണ്ണാക്ക്, മേൽചുണ്ട്, ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം എന്താണ്? കുറവാണ്. ക്ലിയർ ആണല്ലോ? ചലന സ്വാതന്ത്ര്യം കൂടിയവയെ ചലനകരണമെന്നും ചലന സ്വാതന്ത്ര്യം കുറഞ്ഞവയെ സ്ഥിരകരണമെന്നും പറയുന്നു. ഇനി നമുക്ക് ഉച്ചാരണ വൈകല്യങ്ങൾ എവിടെ ഉണ്ട്? ഉച്ചാരണ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിക്ക് ഒരു ഉച്ചാരണ വൈകല്യമാണ്. അതുപോലെ അവ്യക്ത ഭാഷണം, സംസാരം എന്താണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാതിരിക്കുക. അതുപോലെ കൊഞ്ചല്, കൊഞ്ഞ, ഇവയൊക്കെ എന്താണ്? ഉച്ചാരണ വൈകല്യങ്ങളാണ്. ഈ ഉദാഹരണം മാത്രം നോക്കി വെക്കുക. ഇതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൊഞ്ചല്, കൊഞ്ഞ, അവ്യക്ത ഭാഷണം, വിക്ക്, ഇവയൊക്കെ എന്താണ്? ഉച്ചാരണ വൈകല്യമാണ്. കൊഞ്ഞ, കൊഞ്ചൽ, അവ്യക്ത ഭാഷണം, വിക്ക്, ഇവ എന്താണ്? ഉച്ചാരണ വൈകല്യമാണ്. ഇനിയാണ് നമ്മളുടെ ഭാഷാ പഠന സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു
ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഭാഷാ പഠന സിദ്ധാന്തങ്ങളിലോട്ട് പോകാം. ഒന്ന്, ജ്ഞാതൃ സിദ്ധാന്തം അഥവാ കൊഗ്നിറ്റീവ് തിയറീസ്. ജ്ഞാതൃശാസ്ത്രത്തിലെ മുഖ്യ വിഷയങ്ങളിലൊന്നാണ് ഭാഷാ പഠനം. എൽ.എസ്. വൈഗോട്സ്കി, പിയാഷെ, ബ്രൂണർ, നോം ചോംസ്കി തുടങ്ങിയ ജ്ഞാതൃവാദികളെല്ലാം തന്നെ ഭാഷാ പഠനത്തെക്കുറിച്ച് അവരുടേതായ സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആളാണ് എൽ.എസ്. വൈഗോട്സ്കി. എന്താണ് പറയുന്നത്? വൈഗോട്സ്കിയുടെ തോട്ട് ആൻഡ് ലാംഗ്വേജ് എഴുതി വെക്കുക. തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വൈഗോട്സ്കി. തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വൈഗോട്സ്കി, മറക്കരുത്. അങ്ങനെ എന്ന പുസ്തകത്തിൽ ചിന്തയെയും ഭാഷയെയും കുറിച്ചുള്ള ചർച്ച അവതരിപ്പിക്കുന്നത് ശിശുവിന്റെ ജനനം മുതൽ ശൈശവഘട്ടങ്ങളിലൂടെയുള്ള വളർച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഓക്കെ, ശിശുവിന്റെ രോദനവും കൂകലും ചിന്തയുമായി ബന്ധമില്ലാത്ത ഭാഷയാണ്. മാതാപിതാക്കളും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുക എന്ന സാമൂഹ്യ ധർമ്മമാണ് ഇത്തരം ചിന്താരഹിത ശബ്ദങ്ങൾ നിർവഹിക്കുന്നത്. ഇതോടൊന്നിച്ച് തന്നെ ഭാഷയുമായി ബന്ധമില്ലാത്ത ചിന്തയുമുണ്ട്. കമ്പുപയോഗിച്ച് ഒരു കളിപ്പാട്ടമെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള നാഡീപേശി പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമുണ്ട്, ഭാഷയുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മുടെ വൈഗോട്സ്കി പറയുന്നത്. ആദ്യ വാക്ക് സ്വായത്തമാക്കുന്ന വേളയിൽ സ്വതന്ത്രമായ ഈ വികാസ മാതൃകകളുടെ സമന്വയമാണ് നടക്കുന്നത്. ഭാഷാ വികാസത്തിന്റെ വിസ്ഫോടനത്തിലേക്കാണ് അത് നയിക്കുന്നത്. ശിശുവിന് താൻ പഠിക്കുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം എന്തെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഓരോ അനുഭവത്തിന്റെയും, ഉദാഹരണം മൃഗശാല സന്ദർശിക്കല്, താൻ അഭിമുഖീകരിക്കുന്ന ഓരോ വസ്തുവിന്റെയും, ഉദാഹരണം ചന്ദ്രൻ, പേരെന്താണെന്ന് കുട്ടി അന്വേഷിക്കുന്നു. ഇങ്ങനെ സ്വാംശീകരിക്കപ്പെടുന്ന ഓരോ ഇഴയും മറ്റൊന്നിന്റെ സ്വാംശീകരണത്തിന് സഹായമാകുന്നു. ഒന്നുമില്ല, ഒരു കുട്ടി എങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു കുട്ടി, ഉദാഹരണം പറയുകയാണെങ്കിൽ, താനിപ്പോൾ ഒരു അമ്പിളിമാമനെ, ഇപ്പോൾ ഉദാഹരണം ഇതിൽ കൊടുത്ത പോലെ അമ്പിളിമാമനെ കാണും. ഇപ്പോൾ നമ്മൾ പറയും അമ്പിളിമാമൻ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ? അതായത് ചന്ദ്രൻ. അപ്പൊ കുട്ടി അത് മനസ്സിലാക്കുകയാണ്, അത് ചന്ദ്രനാണ് എന്നുള്ളത്. അതുപോലെ ഒരു മൃഗശാലയിൽ പോയാൽ ഒരു പൂച്ചനെ കാണുമ്പോൾ, അല്ലെ സോറി, നമ്മുടെ വീടുകളിലുള്ള ഒരു പൂച്ച, ആ പൂച്ചനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പൂച്ച എന്നുള്ളത്. നമ്മൾ മൃഗശാലയിൽ പോയിട്ട് നേരെ കടുവയെ കാണുമ്പോൾ കുട്ടി പറയാണ് പൂച്ച. കാരണം എന്താ? പൂച്ചയുടെ അതേപോലെയാണ് അല്ലെ? അപ്പൊ നമ്മൾ തിരുത്തി കൊടുക്കുന്നത് കടുവയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ സ്വാംശീകരിച്ച അറിവ് അത് ശേഖരിച്ച് ഒന്നിനോട് ഘടിപ്പിച്ച് കുട്ടി എന്തുണ്ടാക്കുന്നു? ഭാഷാ രൂപീകരണം നടത്തുന്നു എന്നുള്ളതാണ് വൈഗോട്സ്കി ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വൈഗോട്സ്കിയുടെ തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകത്തെ കുറിച്ച് എന്ത് ചെയ്യുക? ഒരു അടിവരയിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി ചിന്തയുടെയും ഭാഷയുടെയും സമന്വയത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് വൈഗോട്സ്കി ഉപയോഗിച്ച ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിന്താരഹിത ശബ്ദം. അതിൽ ഒന്നുമില്ലാതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നാഡീപേശി പ്രവർത്തനങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി ഒരു കമ്പ് ഉപയോഗിച്ച് കളിപ്പാട്ടം എടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ചിന്താരഹിത ശബ്ദമാണെന്ന് ഇവിടെ ഉദ്ദേശിക്കാം. അപ്പോൾ അവിടെ ചിന്താരഹിത ശബ്ദം. പിന്നെ ഭാഷയും ചിന്തയും തമ്മിലുള്ള കൂടിച്ചേരൽ, ഭാഷാരഹിത ചിന്ത, അങ്ങനെ ഉള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈഗോട്സ്കി ഉപയോഗിച്ചത് ഒന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ജീൻ പിയാഷയിലോട്ട് പോകാം. എന്താണ് ജീൻ പിയാഷെ പറയുന്നത്? പിയാഷെ ഭാഷ, ചിന്ത എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തയിലൂടെയാണ് കുട്ടികൾ വളരുന്നതെന്നും ഭാഷ അതിന് ശേഷമാണ് വരുന്ന ഒന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം, ചിന്തയിലൂടെയാണ് കുട്ടി വളരുന്നതെന്നും ഭാഷ അതിനുശേഷം വരുന്ന ഒന്നാണെന്നും പറഞ്ഞത് ആരാണ്? ജീൻ പിയാഷെയാണ്. ചിന്തയ്ക്ക് പ്രതീകാത്മക രൂപം നൽകുകയാണ് ഭാഷ. ശരീരത്തിന്റെ വളർച്ചയാണ് ഏത് വലുപ്പത്തിലും ആകൃതിയിലുമുള്ള വേഷമാണ് വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. അതുപോലെ ചിന്തയാണ് ഏതു തരത്തിലുള്ള ഭാഷയാണ് കുട്ടിക്ക് വേണ്ടതെന്ന് നിർണ്ണയിക്കുന്നത്. ഭാഷണ വികസനത്തിന് ആത്മനിഷ്ഠ ഘട്ടം, സാമൂഹ്യാധിഷ്ഠിത ഘട്ടം എന്നിങ്ങനെ 2 ഘട്ടങ്ങളുണ്ടെന്ന് പിയാഷെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, പിയാഷെ പറയുന്നത് ചിന്തയാണ് ഭാഷയ്ക്ക് അടിസ്ഥാനം എന്നുള്ളതാണ് ജീൻ പിയാഷെ പറയുന്നത്. ഇനി അടുത്ത വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ പറയുന്നത് വാചികേതര ആശയവിനിമയത്തിൽ നടക്കുന്ന യഥാർത്ഥ പ്രക്രിയകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തൽ ബ്രൂണർ ശ്രമിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് കുട്ടി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ചൂണ്ടിക്കാണിക്കൽ. ഉദാഹരണത്തിന് കുട്ടി TV ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് കരുതുക. ഒരു പക്ഷേ അമ്മ അപ്പോൾ കുട്ടിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുകയും TV പ്രവർത്തിപ്പിച്ചു
കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനേക്കാൾ നിഗൂഢമായ മറ്റൊരു രീതിയാണ് കുട്ടിയുടെ ദൃഷ്ടിപ്രയോഗം. കുട്ടി കളിപ്പാട്ടത്തിൽ തന്നെ ദൃഷ്ടി പതിപ്പിക്കുന്നു. കുട്ടിയുടെ നോട്ടത്തെ അമ്മയും പിന്തുടരുന്നു. ഒടുവിൽ രണ്ടുപേരും ഒന്നിച്ച് കളിപ്പാട്ടത്തിലേക്ക് നോട്ടമുറപ്പിക്കുന്നു. കുട്ടിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന അമ്മ കുട്ടിക്ക് കളിപ്പാട്ടം എടുത്തു കൊടുക്കുന്നു. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ചൂണ്ടിക്കാണിക്കലിനെ കുറിച്ചാണ് ഇവിടെ ആര് പറഞ്ഞത്? ജെറോമസ് ബ്രൂണർ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു കുട്ടി ടി വി ഇടണമെങ്കിൽ ആ ടി വിയിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നു, കളിപ്പാട്ടം എടുക്കണമെങ്കിൽ ആ കളിപ്പാട്ടത്തിലോട്ട് നോട്ടം ഇടുന്നു. അത്തരത്തിലുള്ള ഒരു കാണിക്കൽ ആക്ഷൻസ് മാത്രമാണ് ഇവിടെ ജെറോമസ് ബ്രൂണർ പറയുന്നത്. അങ്ങനെ എല്ലാ ആശയവിനിമയ സാഹചര്യങ്ങളിലും കുട്ടിക്ക് സ്വാർത്ഥപരമായ പങ്കാളിത്തമാണ് ഉണ്ടാവുക എന്ന് ഇതിനർത്ഥമില്ല. ഒരു പക്ഷേ അമ്മയും കുഞ്ഞും പരസ്പരം മന്ദഹസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വരാം. ഈ വിധത്തിൽ ആദ്യത്തെ പദം സ്വായത്തമാക്കുന്നതിന് മുമ്പ് തന്നെ ശിശു ആശയവിനിമയം ചെയ്യാൻ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് കുട്ടി ഈ ഒരു ഭാഷ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടി ആശയവിനിമയം ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. പിന്നീട് കുട്ടിയും അമ്മയും മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് കുട്ടിയും അമ്മയും മാറി മാറി മുൻകൈ എടുക്കുന്നതിന് അടിത്തറയിൽ വാചികമായ ആശയവിനിമയം നടക്കുന്നു എന്നുള്ളതാണ്. അമ്മയുമായുള്ള ഇടപഴകലിന്റെ ഊഷ്മളത അനുഭവിച്ചിട്ടില്ലാത്ത ശിശുവിന്റെ പിന്നീടുള്ള ഭാഷാ പ്രകടനത്തിന് സാരമായ കോട്ടം സംഭവിക്കാനിടയുണ്ട്. ഇക്കാര്യം ബൗൾബിയും ചൂണ്ടിക്കാണിക്കുന്നൊന്നുമില്ല. ഇവിടെ പറയുന്നത് അമ്മയും കുഞ്ഞുമുള്ള ഒരു ബന്ധം, അമ്മയും കുഞ്ഞുമുള്ള ബന്ധത്തിൽ ആദ്യം ആ കുട്ടി ആശയവിനിമയം നടത്തുന്നത് ചില ചൂണ്ടിക്കാട്ടലുകളിലൂടെയാണ്. പിന്നീടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? പദം സ്വായത്തമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അമ്മ കാര്യമായിട്ട് ഇടപെടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിൽ ചില സംസാരത്തിൽ ചില സാരമായ എന്ത് സംഭവിക്കാറുണ്ട്? കോട്ടം സംഭവിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അതാണ് ഇവിടെ ജെറോമസ് ബ്രൂണർ പറയുന്നത്. ജീൻ പിയാഷെ പറഞ്ഞത് എന്താണ്? ചിന്തയിലൂടെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളെ മെയിൻ വ്യക്തിയാണ് നോം ചോംസ്കി. ഭാഷയുമായി ബന്ധപ്പെട്ട് മെയിൻ വ്യക്തിയാണ് നോം ചോംസ്കി. നോം ചോംസ്കിയിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഭാഷാ പഠനത്തെക്കുറിച്ച് യാതൃവാദിയായ ചോംസ്കിയും നവീനമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 1957 ചോംസ്കിയൻ മാതൃകയിലുള്ള ഭാഷാശാസ്ത്രം ജന്മമെടുത്തത് മുതൽ ജന്മസിദ്ധമായ സർവ്വവ്യാകരണം എന്ന ആശയത്തെ ആധാരമാക്കി ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പല ദശകങ്ങളിലായി ഉരുത്തിരിഞ്ഞു വന്ന മുഖ്യ ആശയങ്ങൾ താഴെ കാണിക്കുന്നതിൽ ക്രോഡീകരിക്കാം. ഇതില് ഈ ചോദ്യങ്ങളെല്ലാം ആര് പറഞ്ഞതാണ് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട്, അഥവാ യൂണിവേഴ്സൽ ഗ്രാമർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഭാഷയെക്കുറിച്ച് തനിക്കുള്ള ജന്മസിദ്ധമായ അറിവ് എന്താണ് എന്ന് ഒരാൾക്കും അറിയില്ല. ഏതാനും ഉപഘടകങ്ങളോട് കൂടി ഒന്നാണ് സർവഭാഷാ വ്യാകരണം. ഓരോ ഘടകവും ഭാഷയുടെ ഒരു കൂട്ടം സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഭാഷകളുടെ പൊതുവായ സ്വഭാവങ്ങളിൽ നിന്ന് ചില തിരഞ്ഞെടുക്കലുകൾ നടത്തുന്നതിനെയാണ് ഭാഷാ പഠനമെന്ന് വിവക്ഷിക്കുന്നത്. അഥവാ ജന്മസിദ്ധമായ ഭാഷാ ഘടകത്തിന്റെ പല വിധത്തിലുള്ള സ്പഷ്ടീകരണങ്ങളാണ് പ്രത്യേക ഭാഷാ വ്യാകരണങ്ങൾ. മനസ്സിലെ ഭാഷാ ഘടകം ഒരു പ്രജനന പ്രക്രിയയാണ്, അഥവാ ജനറേറ്റീവ് പ്രോസസ്സാണ്. ക്ലിയർ ആണല്ലോ. ഇതിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ആദ്യത്തെ 2 പോയിന്റാണ്. കേട്ടത് എക്സാമിന് ആര് പറഞ്ഞതാണ് എന്നുള്ള തലക്ക് ചോദിച്ചിട്ടുള്ളത്. അത് നോം ചോംസ്കി എന്ന് തന്നെയാണ് അതിന് ഉത്തരം വരുന്നത്. ക്ലിയർ ആണല്ലോ, ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭാഷാ പഠന സിദ്ധാന്തത്തിൽ ആദ്യമായിട്ടുള്ള കൊഗ്നിറ്റീവ് തിയറീസിൽ പറയുന്നത്. അതിൽ നമ്മൾ വൈഗോട്സ്കിയുടെ കാര്യം പറഞ്ഞു, ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, പിന്നെ നോം ചോംസ്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ജ്ഞാനനിർമ്മിതിവാദം ഉണ്ട്. ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ ജ്ഞാതൃ സിദ്ധാന്തത്തിന്റെ അടിത്തറ രൂപം കൊണ്ട ചിന്താധാരയാണ് ജ്ഞാനനിർമ്മിതിവാദം. കുട്ടി സ്വന്തം അറിവ് സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാനം. ഇത് ചോദിച്ചിട്ടുണ്ട്. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുക എന്നുള്ളതാണ് ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറഞ്ഞാൽ
കുട്ടികൾ അവരുടെ സമപ്രായക്കാരുമായി മുതിർന്നവരുമായും നടത്തുന്ന ഇടപെടലുകൾ ഭാഷാ വികസനത്തിന് കാരണമാകുന്നുണ്ട്. അതായത് സമൂഹവുമായിട്ടുള്ള ഇടപെടലുകൾ ഭാഷാ പഠനത്തിന് സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദികൾ പറയുന്നത്. സംവാദാത്മകമായ സംഘപഠനത്തിന്റെ പ്രാധാന്യം ലോകമാകെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ വമ്പിച്ച സ്വാധീനം വ്യക്തമാക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ചില ഗ്രൂപ്പ് ചർച്ചകൾ നടത്താറുണ്ട്. നമ്മൾ 1 മുതൽ 4 വരെ അല്ലെങ്കിൽ നമ്മൾ 5 മുതൽ 7 വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചില സംവാദങ്ങൾ നടത്തുന്നു. തീരെ സംസാരിക്കാത്ത കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നു, അവരുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നു, അവരോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ കുട്ടികളെ ഗ്രൂപ്പ് ചർച്ചകളിലൂടെ, സംഘചർച്ചകളിലൂടെ, അതുപോലെ ചില സംവാദങ്ങളിലൂടെയൊക്കെ ചില സംവാദങ്ങൾ ക്ലാസ്സിൽ നടത്താറുണ്ട്. കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. പരസ്പരം ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ചില സംവാദങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിലൂടെ ഭാഷ വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമ്മളെ ഭാഷാ പഠന സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിന് മെയിനായിട്ട് നോം ചോംസ്കിയുടെ കാര്യങ്ങൾ എന്താണ് അവിടെ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലെ 3-ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലോട്ട് പോകാം. അതിൽ പറഞ്ഞിട്ടുള്ള അർത്ഥസൂചികകൾ, പഴഞ്ചൊല്ലുകൾ, ആരൊക്കെ ഏതൊക്കെ കവിതാ കഥകൾ രചിച്ചു എന്നുള്ളത്, പിന്നെ ചില ഒറ്റ പദങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. കാരണം നമ്മൾ അവിടെ കണ്ടു 1 മുതൽ 5 വരെ സിലബസിൽ കണ്ടു അല്ലേ. 1 മുതൽ 5 വരെ എന്ന് എഴുതി കണ്ടു. അപ്പം അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. നമുക്കത് 7 വരെ പഠിക്കാം. ഓക്കെ. അപ്പൊ ചില അർത്ഥസൂചികകൾ നോക്കാം. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. വജസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല്, അഴൽ ദുഃഖം, കഴല് കാല്, കമ്പ് വടി, കണ്ണ് മിഴി, അഗതികൾ പാവപ്പെട്ടവർ, പുനം തുള അല്ലെങ്കിൽ പൊത്ത്, എരുത്തിൽ തൊഴുത്ത്, ശരീരം മെയ്യ്, ആകാശം വാനം, പാര് ലോകം, വ്യോമം ആകാശം, ഈറൻ നനവ്. പിന്നെ വേർപ്പ് വിയർപ്പ്, ഇത് 3-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലുള്ള 2 ഭാഗത്തെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ചേർത്തതാണ് കേട്ടോ. വേർപ്പ് വിയർപ്പ്, വളപ്പ് പറമ്പ്, ആഗ്രഹം പൂതി, പൂവ് സുമം, താഴ്മ വിനയം, ഭാഷണം സംസാരം, ചിന്ത വിചാരം, മാർജാരം പൂച്ച, മൂഷികൻ എലി, തരസ പെട്ടെന്ന്, വനഭൂവി കാട്ടുപ്രദേശം, പരവശൻ ക്ഷീണിതൻ, കരം കൈ, അരി ശത്രു, ഉരിയാടുക പറയുക, കലഹം വഴക്ക്, ദശ അവസരം, കരവൂതും കരയുകയും, കണ്ടിക്കുക മുറിക്കുക, പ്രാചീനം മുമ്പ്, ദൂരദർശിനി ദീർഘദർശിനി, ബുദ്ധിശാലി ബുദ്ധിയുള്ളവൻ, അരമന കൊട്ടാരം, പ്രഭു ശ്രേഷ്ഠൻ, പോരാട്ടം യുദ്ധം. ഇനി നിഷ്പ്രയാസം എളുപ്പം, അകമ്പടി പരിവാര, ആഗതൻ അതിഥി, അഴക് ഭംഗി, തെല്ല് അല്പം, ആകാശം ഗഗനം, ഭൃത്യൻ വേലക്കാരൻ, ഉരയ്ക്കുക പറയുക, ഊഴി ഭൂമി, വഴി മാർഗം, ഗാഥ പറഞ്ഞാൽ പാട്ട് സ്തുതിഗീതം, ആഴി കടൽ, സന്തതം എല്ലായ്പ്പോഴും, ഘോഷിക്കുക അറിയിക്കുക, ദുന്ദുബി പെരുമ്പറ, നാഗം സ്വർഗം, തേര് രഥം. അപ്പൊ ഈ പറഞ്ഞ അർത്ഥസൂചികകൾ എന്തായാലും പഠിക്കാം, ചോദിക്കാം, എന്തായാലും പഠിക്കാം. ഓരോ ദിവസവും കുറച്ചായിട്ടല്ലേ പഠിക്കാൻ തരുന്നുള്ളൂ. അത് എന്തായാലും പഠിക്കാം. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലായതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് 3-ാം ക്ലാസ്സിലെ അർത്ഥസൂചികകൾ ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി പഴഞ്ചൊല്ലുകളുണ്ട്. ചോദിക്കാം എന്തിനെ കുറിച്ചുള്ള പഴഞ്ചൊല്ലാണെന്നുള്ളത്. ഇത് മുഴുവൻ കൃഷിയെ കുറിച്ചുള്ളതാണ്. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാം. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇനി ചില കടങ്കഥകള്. മൂക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിന്റെ മൂക്കു തിരിച്ചാൽ പാട്ട് കേൾക്കാം. അത് റേഡിയോ ആണ്. കോലോട് പറഞ്ഞാൽ കോളാമ്പി പറയും. അത് മൈക്കാണ്. പുറത്തു തൊട്ടാൽ അകത്ത് കിലുങ്ങും. അത് കോളിംഗ് ബെല്ലാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു ചില കൃതികൾ ആരൊക്കെ എഴുതാൻ നോക്കാം. കണ്ണന്റെ അമ്മ എന്ന കവിത രചിച്ചതാര്? സുഗതകുമാരിയാണ്. എൻ്റെ തോട്ടം AV ശ്രീകണ്ഠ പൊതുവാള്, നക്ഷത്രവും പൂവും വീരാൻകുട്ടി, തുറന്നുവിട്ട തത്ത C റഹീം, മഞ്ഞപ്പാവാട Dr. K ശ്രീകുമാർ, ഒത്തൊരുമ പന്തളം കേരളവർമ്മ, കുട്ടികളും പക്ഷികളും എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി,
ഐക്യഗാഥ എന്ന കവിത രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പാടാം കളിക്കാം എന്ന കവിത രചിച്ചത് പന്തളം കേരളവർമ്മ. നീലാകാശം എന്ന കവിത രചിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വാർമഴവില്ല് എന്ന കവിത രചിച്ചത് ജി ശങ്കരക്കുറുപ്പ്. പട്ടം എന്ന കൃതി രചിച്ചത് കുഞ്ഞുണ്ണി. ഘോഷയാത്ര എന്ന കൃതി രചിച്ചത് കുഞ്ചൻ. ഇനി ചില ഒറ്റ പദങ്ങൾ അത് ചോദിക്കാറുള്ള എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഭാഗം തന്നെയാണ്. കാളിന്തിയിലെ ഓളങ്ങൾ, കാളിന്തിയോളങ്ങൾ. മലരിന്റെ ചെണ്ടുകൾ, മലർ ചെണ്ടുകൾ. കൂടെ പഠിക്കുന്ന ആൾ, സഹപാഠി. നയിക്കുന്ന ആൾ, നിനീഷു. അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ഇതൊക്കെയാണ് 3ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. നമ്മൾ ഒറ്റ പദങ്ങൾ നോക്കി, അതുപോലെ ചില ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്ന് നോക്കി, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ പഴഞ്ചൊല്ലുകൾ, കടങ്കഥ നോക്കി, പിന്നെ ചില അർത്ഥസൂചികകൾ നോക്കി, പിന്നെ ഭാഷാ സിദ്ധാന്തങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നോക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ടിൽ എഴുതിയെടുക്കുക. ഇതാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്, ഇതനുസരിച്ച് പോകുന്നതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.